വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ വെട്ടിലായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഓഹരി വിൽപ്പനയിൽ കോൺഗ്രസിലും യു.ഡി.എഫിലും കടുത്ത അതൃപ്തി. നയപരമായ കാര്യങ്ങൾ പാർട്ടിയിൽ തീരുമാനിക്കാതെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുന്നുവെന്നതാണ് ഭൂരിപക്ഷം നേതാക്കളുടെയും അഭിപ്രായം. അടിയന്തര KPCC യോഗം വിളിക്കണം എന്നതാണ് ഭൂരിപക്ഷം നേതാക്കളും ആവശ്യപ്പെടുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അധികാരമേറ്റ് 1.5 മാസം തികയുന്നതേയുള്ളൂ. ഇതാ മുഖ്യമന്ത്രിക്കെതിരെ ആ പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം നടക്കുകയാണ്. മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ പെരുമാറുന്നു, ഒറ്റയ്ക്ക് നിലപാടുകൾ എടുക്കുന്നു, പൊതുസമൂഹത്തോട് മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്നു നേതാക്കളും പ്രവർത്തകരും എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ആക്ഷേപമെന്ന് പറയുന്നത്. എങ്ങനെ മറുപടി പറയും? കാരണം കേരളത്തിന്റെ അഭിമാനമായ തുറമുഖമടക്കം വിൽക്കാൻ വേണ്ടി പോകുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നടക്കുന്ന വലിയ ചർച്ചകൾ. എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും ഈ നാട്ടിലെ മനുഷ്യരെ? നിങ്ങൾക്ക് വോട്ട് ചെയ്ത മനുഷ്യർ പോലും ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് 1.5 മാസം കൊണ്ട് ഈ സർക്കാർ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അഞ്ചു കൂടി എന്നോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത്. നോക്കാം എന്താണ് ഇപ്പോൾ യു.ഡി.എഫിൽ കോൺഗ്രസിൽ സംഭവിക്കുന്നതെന്ന്. ഈ അദാനി വിഷയത്തിൽ ഒറ്റപ്പെടുകയാണോ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന്? അഞ്ജു, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ അദാനി വിഷയത്തിൽ, തുറമുഖ ഓഹരി കൈമാറ്റ വിഷയത്തിൽ യു.ഡി.എഫിനുള്ളിലും കോൺഗ്രസിനുള്ളിലും ഒറ്റപ്പെടുകയാണോ വി.ഡി. സതീശൻ? KC വിഭാഗം ഇതൊരു വലിയ ആയുധമാക്കി ഉയർത്തുകയാണോ? അങ്ങനെ തന്നെയാണ്. ഈ വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും വി.ഡി. സതീശൻ ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MR അഭിലാഷ് ഉടൻ തന്നെ ഒരു KPCCയുടെ യോഗം വിളിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KPCC അധ്യക്ഷന് കത്തയക്കുകയും ചെയ്തു. കാരണം ഈ മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നയപരമായ കാര്യങ്ങൾ പോലും മുന്നണിയിലോ പാർട്ടിയിലോ ആലോചിക്കുന്നില്ല. പല കാര്യങ്ങളിലും ഇപ്പോൾ തന്നെ അത്തരമുള്ള നിലപാടുകൾ ആവർത്തിച്ചു കഴിഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് ഈ MR അഭിലാഷ് ഒരു കത്ത് KPCC അധ്യക്ഷന് നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ ഒരു യോഗം വിളിക്കണം. ഈ യോഗത്തിൽ ഈ 50 ദിവസമാകുകയാണ് സർക്കാർ അധികാരത്തിലെത്തിയിട്ട്. ഈ 50 ദിവസത്തിനകം ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എടുത്ത പല തീരുമാനങ്ങളും അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഏകാധിപതിയെ പോലെ എടുത്ത തീരുമാനങ്ങളാണ്. അത് ഈ മദ്യനികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടങ്ങി അവസാനമുള്ള ഈ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അടക്കം അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു കൂടിയാലോചന KPCCയിൽ വേണം. മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഏകാധിപതിയെ പോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിയല്ല എന്നുള്ള തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ KPCCയിൽ നടക്കുന്നത്. നേരത്തെ തന്നെ ഈ KPCC യോഗം കൂടി ഒരു ഉന്നതാധികാര സമിതി വേണമെന്നും ഈ സംസ്ഥാന സർക്കാർ നയപരമായ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ അതുമായി മുന്നോട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഈ സമിതി പരിശോധിച്ച് ശേഷമായിരിക്കണം ആ തീരുമാനം നടപ്പിലാക്കേണ്ടതെന്നൊക്കെയുള്ളൊരു കാര്യം കഴിഞ്ഞ യോഗത്തിലൊക്കെ പരാമർശിച്ചിരുന്നു. എന്താണ് എംപവേർഡ് കമ്മിറ്റിയുടെ ഘടന എന്ന് പറയുന്നത്? 1 ചീഫ് സെക്രട്ടറി, 2 തുറമുഖ സെക്രട്ടറി, 3 ധനവകുപ്പിന്റെ സെക്രട്ടറി, 4 നിയമവകുപ്പിന്റെ സെക്രട്ടറി. നോക്കൂ, തുറമുഖ വകുപ്പ് മന്ത്രി വി.ഡി. സതീശൻ, നിയമവകുപ്പ് മന്ത്രി വി.ഡി. സതീശൻ, ധനവകുപ്പ് മന്ത്രി വി.ഡി. സതീശൻ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അതായത് തുറമുഖ വകുപ്പ് മന്ത്രി നിയമമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും, നിയമമന്ത്രി അത് പരിശോധിച്ച് ധനമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും, ധനമന്ത്രി അത് പരിശോധിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. 3 റിപ്പോർട്ടുകളും കിട്ടുന്നത് വി.ഡി. സതീശനാണ്. കാരണം 3 വകുപ്പിന്റെയും മന്ത്രി വി.ഡി. സതീശനാണ്. ഇന്നലെ ആരോ പറഞ്ഞതുപോലെ ഇതിപ്പോൾ അപ്പനും സുഭദ്രയും അടങ്ങുന്ന ഒരു ട്രസ്റ്റായി മാറിയിരിക്കുകയല്ലേ കാര്യങ്ങൾ. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അതില്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ KPCCയുടെ അടിയന്തര യോഗം വിളിക്കണമെന്ന ആവശ്യം വളരെ ശക്തമായി ഉയർന്നിരിക്കുന്നത്. ഈ എംപവേർഡ് കമ്മിറ്റിയൊക്കെ വല്ല കാര്യവുമുണ്ടോ? എന്ന രീതിയിൽ മാത്രമാണ് ഈ എംപവേർഡ് കമ്മിറ്റി ഉള്ളത്. കാരണം ഈ അദാനിയുടെ കത്ത് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കത്താണ് അദാനി അയച്ചിരിക്കുന്നത്. തങ്ങൾ ഈ കരാറുമായി മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി നൽകിയതിന് ശേഷം മാത്രമായിരിക്കും ഒരു കരാർ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കത്ത് അദാനി ഇന്നലെയാണ് അയച്ചത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വലിയ രീതിയിൽ പ്രതിസന്ധിയിലായി കഴിഞ്ഞു വി.ഡി. സതീശൻ. അതുകൊണ്ട് തന്നെയാണ് അദാനിക്ക് രണ്ടാമത് തിരുത്തി ഒരു കത്ത് അയക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നത്. ഈ കത്ത് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മനു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള വിരോധാഭാസമുള്ളത്. കാരണം ഈ കത്ത് ആദ്യം തുറമുഖ സെക്രട്ടറിയാണ് പരിശോധിക്കുക. ഈ തുറമുഖ സെക്രട്ടറി ഇത് ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ട്. ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ട്. ഈ എംപവേർഡ് കമ്മിറ്റിയിലാണ് ഇത് വെക്കുക. ഇതിനകത്തുള്ള മെമ്പർമാരെന്ന് പറയുന്നത് തുറമുഖ വകുപ്പിൻ്റെ, നിയമവകുപ്പിൻ്റെ, പിന്നെയുള്ളത് ചീഫ് സെക്രട്ടറിയാണ്. ഇതെല്ലാം ഈ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ കൈകാര്യം ചെയ്യുന്ന വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് വരുന്നതെന്നുള്ള കാര്യമാണ് വിരോധാഭാസം. ഇതെല്ലാം അവസാനം കറങ്ങി തിരിഞ്ഞെത്തുന്നത് മുഖ്യമന്ത്രിയുടെ
മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. തുറമുഖ സെക്രട്ടറി നൽകുന്ന റിപ്പോർട്ട് എത്തുന്നത് തുറമുഖ മന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ്റെ കയ്യിലാണ്. അതിനുശേഷം അത് നിയമ സെക്രട്ടറിക്ക് നൽകും. നിയമ സെക്രട്ടറി നൽകുന്ന കത്ത് എത്തുന്നത് നിയമമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ്റെ കയ്യിലാണ്. അതിനുശേഷം അത് എത്തുന്നത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയിലേക്കാണ്. അത് രത്തൻ കേൽക്കർ വഴി എത്തുന്നതും വി ഡി സതീശൻ്റെ കയ്യിലേക്കാണ്. ഇങ്ങനെ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കറങ്ങിത്തിരിഞ്ഞ് വി ഡി സതീശനിലേക്ക് മാത്രമാണ് എത്തുന്നത്. ഇത്തരത്തിൽ മുൻകൂട്ടി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു മന്ത്രിസഭാ രൂപീകരണ സമയത്ത് തന്നെ വി ഡി സതീശൻ ഈ നിയമവകുപ്പും തുറമുഖ വകുപ്പും തനിക്ക് തന്നെ വേണമെന്നുള്ളൊരു വാശി ആദ്യം തന്നെ പിടിച്ചിരുന്നു. ആ വാശിക്ക് കൂടിയുള്ള കാരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഓഹരി കൈമാറ്റം എന്നുള്ള ആരോപണം കൂടി ഈ പാർട്ടിയിൽ ഉയരുന്നുണ്ട്. കാരണം അന്ന് തന്നെ KPCCക്കും ഹൈക്കമാൻഡിനും അടക്കം എതിർപ്പുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇത്രയും അധികം വകുപ്പുകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള വിവേചനാധികാരം വെച്ചുകൊണ്ടായിരുന്നു അന്ന് വി ഡി സതീശൻ തനിക്ക് തന്നെ തുറമുഖ വകുപ്പും നിയമവകുപ്പും വേണമെന്നുള്ള വാശി പിടിച്ചത്. ആ വാശിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഈ 2 വകുപ്പും കിട്ടിയത്. അതെല്ലാം കറങ്ങിത്തിരിഞ്ഞെത്തുന്നത് ഈ ഓഹരി കൈമാറ്റത്തിൽ ഈ മംഗലാപുരം യാത്രയിൽ ഒരു ഡീല് നടത്തിയിട്ടുണ്ട് അദാനിയുമായി ബന്ധപ്പെട്ട്. ആ അദാനിയുമായി നടത്തിയ അനൗപചാരികമായ ഡീലിന് ഒരു താങ്ങ് നൽകണമെങ്കിൽ തൻ്റെ കയ്യിൽ തന്നെ ഇത്രയും വകുപ്പുകൾ വേണമെന്നുള്ള ആവശ്യം വി ഡി സതീശൻ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈക്കമാൻഡിലടക്കം ഇടപെട്ടുകൊണ്ട് ഹൈക്കമാൻഡിൻ്റെ അടക്കം എതിർപ്പുകൾ മറികടന്ന് വി ഡി സതീശൻ ഈ മൂന്ന് വകുപ്പും തൻ്റെ കയ്യിലാക്കുകയും ചെയ്തു. എന്തായാലും ഈ റിപ്പോർട്ടുകളെല്ലാം അവസാനം വി ഡി സതീശൻ്റെ കയ്യിലാണ് എത്തുക. വി ഡി സതീശനായിരിക്കും ഈ അവസാനം ഈ കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുക. ഇത്രയും സമയം നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഈ 50 ദിവസവും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും ഏകപക്ഷീയമായ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പം ഈ കാര്യത്തിലും അതേ നിലപാട് തന്നെയായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഈ അദാനി പോർട്സ് ഈ വിവരം തന്നെ അറിയിച്ചില്ല എന്നുള്ള കാര്യത്തിൽ ഒരു അതൃപ്തി മാത്രമാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല. വിഴിഞ്ഞത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ 49% കരാർ ഒരു സ്ഥാപനത്തിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിദേശ കമ്പനിക്ക് നൽകുമ്പോൾ മറ്റ് കമ്പനികൾ ഇങ്ങോട്ട് വരുന്നതിൽ അത് തടസ്സമാകും. അത് വിഴിഞ്ഞത്തിൻ്റെ ഭാവിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങളുണ്ട്. ആ ആക്ഷേപങ്ങളൊക്കെ നിൽക്കുമ്പോൾ പോലും ഇതിനെതിരെ ഒരു പഠനം നടത്തി അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ഈ തീരുമാനത്തിലേക്ക് പോകാമെന്ന തരത്തിലുള്ള മറുപടി ഒന്നുമല്ല സതീശന്റെ ഭാഗത്ത് നിന്നും. അത് നമുക്ക് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞ മറുപടികളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ അടിമൂടി ദുരൂഹത നിൽക്കുകയാണ്. അതൊന്നും ഒരു സംശയവുമില്ല. ആ ദുരൂഹതയ്ക്ക് കാരണങ്ങൾ എന്താണ്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ വിഷയം ഗൗരവമായി തന്നെ പരിഗണിക്കേണ്ട വിഷയമാണ്. ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. അങ്ങനെ വിശ്വാസയോഗ്യമല്ല എന്ന് കരുതാൻ നിരവധി കാരണങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിന് കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് മെയ് 2 പുറകോട്ട് പോകണം. ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുൻപ് മെയ് 2 മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് വി ഡി സതീശൻ മംഗലാപുരത്തേക്ക് പോകുന്നത്. മംഗലാപുരത്ത് പോയി അദാനിയുടെ വൈസ് പ്രസിഡന്റിനെ കാണുന്നു, അവിടെ NDA നേതാക്കളെ കാണുന്നു. ഇതുവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു മറുപടി നൽകാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുക്കളെ കാണാൻ പോയതാണെന്നാണ്. ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുക്കളെ ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ചു പോയി കാണേണ്ട എന്താവശ്യകതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇനി അതിനും അപ്പുറമുണ്ട് കാര്യങ്ങൾ. ആ ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെ പണം കൊടുത്തത് ആരാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ്. അതിന് മറുപടി പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ. ഉറപ്പാണ് അതിന് എന്താണ് അവിടെ സംഭവിച്ചത്, അതിലൊരു വ്യക്തത വരുത്താൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തയ്യാറാകാതെ പോകുന്നത്? ഈ പറയുന്ന മുട്ടാപ്പോക്ക് ന്യായങ്ങൾ കൊണ്ട് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? അപ്പോൾ ഈ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്ന് കരുതാൻ നമ്മുടെ മുൻപിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. മുഖ്യമന്ത്രി അറിയാതെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അറിയാതെ സെബിക്ക് ഒരു കത്തയക്കാൻ, ഞങ്ങൾ എല്ലാ നടപടികളും പൂർത്തിയാക്കി കരാർ ഒപ്പിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സെബിക്ക് ഒരു കത്തയക്കാൻ അദാനി ധൈര്യപ്പെടുമോ എന്നതാണ് ചോദ്യം. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ അദാനിയുടെ നീക്കം കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നുവെന്നാണ്, അനൌദ്യോഗിക റിപ്പോർട്ട് നൽകിയിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് പിണറായി വിജയൻ നമുക്കറിയാം വസ്തുതാവിരുദ്ധമായ കൃത്യമായ ബോധ്യമില്ലാത്ത ഒരു കാര്യവും പറയാത്ത ഒരു മനുഷ്യനാണ്. കൃത്യമായ ബോധ്യത്തോടു കൂടി മാത്രമേ അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ വാദങ്ങൾ അവതരിപ്പിക്കാറുള്ളൂ. അത് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. മാധ്യമങ്ങളടക്കം അത് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ആ കാര്യം ആരോപണമായി ഉന്നയിക്കുമ്പോൾ അതിന്റെ ഗൗരവം അതിലേറെ കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ചോദ്യമുനയിൽ നിർത്തുന്നത് നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുകയാണ്. ഇതിനൊന്നും ഉത്തരം കിട്ടാത്തയിടത്തോളം കാലം ഈ കരാറിൽ മുഖ്യമന്ത്രി സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിലൊരു സംശയവും വേണ്ട. ഇനി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ.